Good evening, everyone. We'll start with the session. Okay, so we have discussed up to question number 16, that was inclusive education. So now we'll move on to the next question, that is question number 17. As per the cognitive development theory of Jean Piaget's theory ആണ് cognitive development theory. Adolescent students are in which stage of development? നമ്മൾ ആ കൃത്യമായിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇറ്റ് ഇസ് ഫോമർ ഓപ്പറേഷണൽ സ്റ്റേജ്. ഞാനത് ഓരോന്നും പറയാം. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ബർത്ത് ടു 2 years. സെൻസറി മോട്ടോഴ്സ്, അതായത് നമ്മുടെ സെൻസ് ഓർഗൻസും നമ്മുടെ മോട്ടോർ സ്കില്ലുകളൊക്കെയാണ് ബർത്ത് ടു 2 years വരുന്നത്. ഓക്കെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏജ് 2 to 7 ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ 7 to 11. ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 and up. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിവിഷൻ. ഇത് പിയാജയുടെ തിയറിയിൽ വരുന്ന കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഓരോരോ ഏജിലും വരുന്ന ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് പറയുന്നത്. സെൻസറി മോട്ടോർ ബർത്ത് ടു 2 years, പ്രീ ഓപ്പറേഷണൽ ഏജ് 2 to 7, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഏജ് 7 to 11, formal operational age 12 and up. Okay. So the answer would be formal operational stage. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് അഡോളസെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അഡോളസെന്റ് ഏജ് വരുന്നത് ഏകദേശം 12 മുതലാണ് അഡോളസെന്റ് എന്ന് നമ്മൾ പറയാം അല്ലെ. 7 to 11 അഡോളസെന്റ് അല്ല, 12 മുതലാണ് അഡോളസെന്റ് വരുന്നത്. സോ 12 and up ആണ് അഡോളസെന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സോ ദാറ്റ് കംസ് അണ്ടർ formal operational stage. So that was a very direct question. Which of the following statements best explain the concept of team teaching? Team teaching in ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആക്ച്വലി ടീം ടീച്ചിങ് ഇസ് മോർ ദാൻ 2 teachers plan and teach the same class as per their expertise. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ടീം ടീച്ചിങ്ങിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കീ വേർഡ് ആണ് എക്സ്പെർട്ടിസ്. ടീം ടീച്ചിങ് നമ്മൾ കേൾക്കുമ്പോൾ കുറെ ടീച്ചേഴ്സ് ഒരുമിച്ച് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ പെട്ടെന്ന് ചിന്തിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. മോർ ദാൻ 2 teachers പ്ലാൻ ആൻഡ് ടീച്ച് ദ സെയിം ക്ലാസ് ആസ് പെർ ദെയർ എക്സ്പെർട്ടീസ്. അപ്പൊ എക്സ്പെർട്ടീസ് എന്നുള്ള ഒരു കീ വേർഡ് എപ്പോഴും ടീം ടീച്ചിങ്ങിന്റെ കൂടെ ഓർത്തിരിക്കണം. ടീം ടീച്ചിങ് എന്ന് പറയുന്നത് എക്സ്പെർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 2-3 ടീച്ചേഴ്സ് പ്ലാൻ ചെയ്യും, എന്നിട്ട് ഒരേ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കാൻ, എന്നിട്ട് അവരുടെ എക്സ്പെർട്ടീസ് അനുസരിച്ചിട്ട് അവർ ക്ലാസ് എടുക്കുന്നു. അതാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് എക്സ്പെർട്ടീസ് എന്നുള്ള കീവേഡ് ടീം ടീച്ചിങ് ആയിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ലേണർ? ലേണറിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പവർ ഓഫ് സെൻസറി പെർസെപ്ഷൻ. അതായത് സെൻസറി പെർസീവ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് അത് ടീച്ചറിന്റെ ആണ്. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു സെൻസറി മോട്ടോർ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. തിങ്കിങ് എബിലിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിങ്കിങ് എബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് ഡെവലപ്മെന്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ഓർക്കുന്നുണ്ടോ? കോഗ്നിറ്റീവ്. ഇപ്പൊ തിങ്കിങ് എബിലിറ്റി എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ആണ്. പവർ ഓഫ് സിന്തറ്റിക് ഇമാജിനേഷൻ, അതും ഈ പറഞ്ഞ പോലെ കോഗ്നിഷനൊക്കെ ആയിട്ട് ബന്ധമുള്ളതാണ്. എബിലിറ്റി ടു റിലേറ്റ് വൺ സെൽഫ് വിത്ത് അതേഴ്സ്, അതാണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്കുമായി ബന്ധം വരുന്നത് അല്ലെ. മറ്റേത് സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ സെൻസറി മോട്ടോർ ആണ്. തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത് അഗെയിൻ കോഗ്നിറ്റീവ് ആണ്. പവർ ഓഫ് സിന്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത് അഗെയിൻ റിലേറ്റഡ് ടു കോഗ്നിറ്റീവ് സ്കില്ല് തന്നെയാണ്. ഇപ്പൊ എബിലിറ്റി ടു റിലേറ്റ് വൺ സെൽഫ് വിത്ത് അതേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ലേണറിന്റെ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്റ്റുഡന്റ് സെൻട്രിക് ക്ലാസ് റൂം ഇസ് മെന്റ് ഫോർ. സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള ക്ലാസ് റൂമിന്റെ ഒരു മെയിൻ എയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ എയിം, അല്ലെങ്കിൽ what is it meant for? Student centric classroom is meant for something. അത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് അഡ്രസ്സിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, റെഡ്യൂസിംഗ് ടീച്ചർ ഓറിയന്റഡ് ലെക്ചേഴ്സ്, റീകോളിംഗ് ദ പ്രീവിയസ് നോളജ്, എൻഗേജിംഗ് ദി എൻറ്റയർ ക്ലാസ്. ടീച്ചറിന്റെ ലെക്ചേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡന്റ് സെൻട്രിക് ആക്കുന്നത്, ഒരിക്കലും അല്ല. റീകോളിംഗ് ദ പ്രീവിയസ് നോളജ് റീകോൾ ചെയ്യാൻ സ്റ്റുഡന്റ് സെൻട്രിക് ആവണം എന്ന് നിർബന്ധമില്ല. എൻഗേജിംഗ് ദ എൻറ്റയർ ക്ലാസ് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ക്യാൻ ഗോ ഫോർ വേരിയസ് ആക്ടിവിറ്റീസ്. അതിന് സ്റ്റുഡന്റ് സെൻട്രിക് ആവണമെന്നില്ല.
പിന്നെ എന്തിനാണ് നമ്മൾ സ്റ്റുഡന്റ് സെൻട്രിക് ആക്കുന്ന ക്ലാസ് റൂം? ടു അഡ്രസ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മോഡൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രോസസ്സ് ഇംബൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡന്റ് സെൻട്രിക് ആക്കുന്നത് ക്ലാസ് റൂം. ഓക്കെ, സ്റ്റുഡന്റ് സെൻട്രിക് ആക്കിയാൽ മാത്രമാണ് ഓരോ സ്റ്റുഡന്റിന്റെയും പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ആ പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്യാനുള്ള സൊല്യൂഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഒരു ടീച്ചർക്ക് കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ സ്റ്റുഡന്റ് സെൻട്രിക് ക്ലാസ് റൂമിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് അഡ്രസ്സിംഗ് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. Now the next question, among the following, which one is an example of instructional software? ഇൻസ്ട്രക്ഷണൽ സോഫ്റ്റ്വെയറിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, പ്രിന്റഡ് മെറ്റീരിയൽ ഓർ ബുക്ക് ഇസ് അഗെയിൻ നോട്ട് എ സോഫ്റ്റ്വെയർ. റേഡിയോ ടോക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, എജുസാറ്റ് ഇസ് എ സാറ്റലൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷണൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റേഡിയോ ടോക്ക് ആണ്. റേഡിയോ ടോക്ക് ഇസ് എൻ എഡ്യൂക്കേഷണൽ ഓർ ഇൻസ്ട്രക്ഷണൽ സോഫ്റ്റ്വെയർ. ഓക്കെ, a teacher gives a lot of positive and negative examples to support his or her presentation in the classroom. This will be related to which level of teaching? നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞപ്പോൾ എക്സാമ്പിൾസ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞത് മെമ്മറി ലെവലിൽ ജസ്റ്റ് റീകോളിംഗ് ദ ഇൻഫോർമേഷൻ അല്ലെ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് എന്ത് എക്സാമ്പിൾസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ലെവലായിരിക്കും അത്? ഹിയർ വി ഹാവ് ഓട്ടോണോമസ് ഡെവലപ്മെന്റ് ലെവൽ, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. അതിനകത്ത് ഏതായിരിക്കും എക്സാമ്പിൾസ് വരുന്നത്? കാരണം ഇറ്റ് വുഡ് ബി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എന്നുള്ളത് കീവേഡ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ ഒരു കീവേഡ് ആണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ കീവേഡ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന്റെ കീവേഡ് ഈസ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ ഏത് ലെവലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവലുമായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെയിൻ സ്റ്റോമിംഗ് ആസ് എ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ് ശരിക്കും ബ്രെയിൻ സ്റ്റോമിംഗ്? ഒരു ക്ലാസ്സിനകത്ത് മാക്സിമം ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രോബിംഗ് ഒക്കെ ചെയ്യുന്ന, നമ്മൾ പ്രോബിംഗ് എന്താണ്? ഒരു കുട്ടിയുടെ അടുത്ത് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈനെയാണ് നമ്മൾ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അതായത് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കുട്ടി തന്നെ സ്വയം ചിന്തിക്കാൻ തുടങ്ങും അതിനുള്ള ആൻസർ. റാദർ ദാൻ ഗിവിംഗ് ദി ആൻസർ we can go for probing question technique so that the learner would derive at the answer. Okay, അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് പ്രോബിങ്ങിലൂടെയാണ് നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് എത്താൻ പറ്റുക. അതായത് മാക്സിമം ഐഡിയാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഒരു ഇത്. അപ്പൊ നമ്മുടെ ടീച്ചർ കുട്ടികളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, സോ അവരുടെ ഐഡിയാസ് പറയും അല്ലെ. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ്. അതായത് ടീച്ചർ ഒരു ആൻസർ പറയാതെ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈച്ച് കിഡ് വുഡ് ആൻസർ അല്ലെ. ഓരോ കുട്ടികളും ഓരോരോ ആൻസർ പറയും. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ഐഡിയ ആയിരിക്കും. അപ്പൊ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്. അതായത് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ കാണാതെ അതിന് ഒന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്നതിനാണ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ സ്റ്റോമിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്. അത് കുറെ ആളുകളുടെ ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബ്രെയിൻ സ്റ്റോമിംഗിൽ ചെയ്യുന്നത്. കൊഹറന്റ് തിങ്കിങ് എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും? നെവർ. കാരണം ഓരോരുത്തരുടെയും ഐഡിയ വുഡ് ബി ഡിഫറെന്റ് ആൻഡ് ദാറ്റ് കനോട്ട് ബി കൊഹറന്റ് അല്ലെ. അത് ഒരിക്കലും കൊഹറന്റ് ആവില്ല. നെക്സ്റ്റ് ഇസ് ജനറേറ്റ് ന്യൂ ഐഡിയാസ് ഇൻ ദി ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഏത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ് എടുത്തേക്കുന്നത്? സോറി, അതിനകത്തുനിന്ന് മാക്സിമം ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ മെത്തേഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് കുഡ് ബി ആൻ ആൻസർ. നൗ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും വി കനോട്ട് കൺസിഡർ ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആസ് സെയിം. ബിക്കോസ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ അനലിറ്റിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ്. ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ കേസിൽ ഒരു പരിധി വരെ നമ്മൾ ക്രിട്ടിക്കൽ ആവണമെന്ന് നിർബന്ധമില്ല. ടീച്ചർ ഈസ് ആസ്കിങ് ദ സ്റ്റുഡൻസ് ടു ഗിവ് ദെയർ ഐഡിയ അബൌട്ട് എ സർട്ടൻ ടോപ്പിക്. അപ്പൊ അവിടെ കുട്ടികൾ ചിലപ്പോൾ അനലിറ്റിക്കൽ ആവണമെന്നൊന്നുമില്ല. ദേ വുഡ് ബി ഗിവിംഗ് എ വെരി റഫ് ഐഡിയ, വെരി റോ ഐഡിയ.
അപ്പൊ ചിലപ്പോൾ ഭയങ്കര റോ ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും അവർ കൊടുക്കുന്നത്. ദാറ്റ് കനോട്ട് ബി ഭയങ്കര കോഗ്നിറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെ ഒന്നും പോയിട്ടുള്ള ഐഡിയ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കുഡ് ബി ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ് ഇൻ ദി ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ എടുത്തേക്കുന്ന ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, which among the following factors doesn't contribute to assessment bias? അത് അസസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബയസ് ഏത് ഫാക്ടർ, ഇതിനകത്ത് ഏതാണ് അസസ്മെന്റ് ബയസ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അസസ്മെന്റ് ബയസ് ഉണ്ടാക്കാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. When language of the test and tester is different from the languages of the students, അതായത് ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ലാംഗ്വേജും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റുഡന്റിന്റെ ലാംഗ്വേജ് ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ അസസ്മെന്റിൽ ബയസ് ഉണ്ടാവില്ലേ? കാരണം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പം ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ലാംഗ്വേജ് വേറെ, ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ ലാംഗ്വേജ് വേറെ. അപ്പൊ ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു ബയസ് ആണ്. അപ്പൊ അത് നമുക്ക് ബയസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസേഴ്സ് ദാറ്റ് സപ്പോർട്ട് മിഡിൽ ക്ലാസ് വാല്യൂസ്, അതായത് മിഡിൽ ക്ലാസ് വാല്യൂസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൻസേഴ്സ്, അതും ഒരു തരത്തിൽ ബയസ് ആണ്. കാരണം മിഡിൽ ക്ലാസ് വാല്യൂസിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത് ബയസ്ഡ് ആണ്. നെക്സ്റ്റ് ഇസ് ഇഫ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ഡൈവേഴ്സ് ടു മേക്ക് ഡിസഡ്വാൻറ്റേജ് സ്റ്റുഡൻസ് കംഫർട്ടബിൾ. അതായത് നമ്മൾ അസസ്മെന്റ് പ്രൊസീജിയറുകൾ ഫ്ലെക്സിബിൾ ആവുക, അതുപോലെ തന്നെ ഡൈവേഴ്സ് ആവുക ടു മേക്ക് ഡിസഡ്വാൻറ്റേജ് സ്റ്റുഡൻസ് മോർ കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിൾ. അതായത് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഭയങ്കര ഒരു കാര്യത്തിന് പ്രോൺ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കംഫർട്ടബിൾ ആക്കുന്ന വിധത്തിൽ നമ്മുടെ അസസ്മെന്റ് പ്രൊസീജിയർ ഫ്ലെക്സിബിൾ ആക്കുക. അതായത് ഇപ്പൊ നമ്മൾ ആരുടെ പുറത്താണോ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അപ്പൊ അവിടെ എന്താണെങ്കിലും ചില വൾണറബിൾ ഗ്രൂപ്പ് ഉണ്ടാവും. ബയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷവാദമാണ്, അതായത് നമ്മൾ വേർതിരിവെന്ന് പറയില്ലേ. അപ്പോ ഈ പറയുന്ന വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്, വൾണറബിൾ ഇൻ ദ സെൻസ് നമ്മൾ ഒരു കാര്യത്തിൽ ഏറ്റവും ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള ചില ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊസീജിയറുകൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൈവേഴ്സ് ആയിരിക്കണം അവരെ കംഫർട്ടബിൾ ആക്കാൻ. അപ്പൊ അങ്ങനെയുള്ള സംഭവം ചെയ്യുന്നത് ഒരു പരിധി വരെ ബയസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കും അല്ലെ. കാരണം അവിടെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവർക്ക് വൾണറബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പെട്ടെന്ന് ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളെ നമ്മൾ കുറച്ച് കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാല്, അല്ലെങ്കിൽ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാല് ആ ഒരു ബയസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയും അല്ലെ. ഇപ്പം ഒരു കുട്ടി ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം ആ കുട്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ കുട്ടി തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ കംഫർട്ടബിൾ ആക്കുന്നതിലൂടെ ആ ബയസ് നമ്മൾ അവിടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ചിലപ്പം ആ കുട്ടി കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കില്ല നമ്മൾ അപ്പൊ തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. അപ്പൊ അവിടെ ഒരു ബയസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ കുട്ടിയെ കംഫർട്ടബിൾ ആക്കുന്നതിലൂടെ അവിടെ ആ ഒരു ബയസിന്റെ പോസിബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇറ്റ് ഡസൻ കോൺട്രിബ്യൂട്ട് ടു ബയസ്. ഇവിടെ അത് ബയസ് ഉണ്ടാക്കില്ല. അതായത് നമ്മുടെ പ്രൊസീജിയറുകൾ ഫ്ലെക്സിബിൾ ആക്കുക, പിന്നെ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുന്നതിലൂടെ നമ്മൾ ഒരിക്കലും പക്ഷഭേദം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ക്യാൻ ബി ആൻ ആൻസർ. ഈ ഡി നോക്കി, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഫോർ അസസിങ് അബ്സ്ട്രാക്ട് റീസണിങ് ഓഫ് സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ റീസണിങ്, അയാളുടെ ചിന്താശേഷി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കൊടുക്കുക, അതൊരു ബയസ് ആണ് അല്ലെ. കാരണം ഒരിക്കലും നമുക്ക് ഒരാളുടെ ചിന്ത അളക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരാളുടെ തോട്ട് പ്രോസസ്, അയാളുടെ പെർസ്പെക്റ്റീവ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ ആൻസർ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ഇഫ് യു ആസ്കിങ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർ വി ആർ എക്സ്പെക്ടിങ് ടു ആൻസർ ഹിം ഇൻ എൻ ഇലാബറേറ്റ് വേ, അതായത് കുറച്ചുകൂടി ഇലാബറേറ്റ് വേയിൽ അയാൾ ആൻസർ ചെയ്യേണ്ടടുത്ത് നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു ബയസ് ആണ്. കാരണം അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റാതിരിക്കുകയാണ് അല്ലെ. അപ്പൊ കുട്ടിയോട് ചോദിക്കുവാണ് നിങ്ങൾ അത് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷെ അതിന് കാരണമുണ്ട് എന്ന് നമ്മൾ പറയാൻ അവസരം കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആക്കുന്നതിലൂടെ ടെസ്റ്റ്. പക്ഷെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു റീസണിങ് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് അയാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് കൊടുത്താലാണ് നമുക്ക് ഒരു അബ്സ്ട്രാക്ട് റീസണിങ് ഒരു കുട്ടിയുടെ അളക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് ബയസായി പോകും.
ഓക്കെ. അപ്പൊ ഇവിടെ ബയസ് ആവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്ക് മാക്സിമം പ്രൊസീജിയറുകൾ ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുക, പിന്നെ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സ്റ്റുഡന്റിനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതൊക്കെയാണ്. ബയസ് അല്ലാത്ത കാര്യങ്ങൾ ബാക്കിയൊക്കെ ബയസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇപ്പൊ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ലാംഗ്വേജും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ ലാംഗ്വേജും വേറെ വേറെ ആണെങ്കിൽ അവിടെ പക്ഷഭേദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മിഡിൽ ക്ലാസ് വാല്യൂസിന് സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരങ്ങൾ, അതും പക്ഷഭേദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഫോർ അസസിങ് അബ്സ്ട്രാക്ട് റീസണിങ് ഫോർ ദി സ്റ്റുഡന്റ്, അതും പക്ഷഭേദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതില്ലാത്തത് സി ആണ്. സോ ദാറ്റ് വുഡ് ബി ദി ആൻസർ. നമുക്ക് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഡസൻ കോൺട്രിബ്യൂട്ട് ടു അസസ്മെന്റ് ബയസ്. അപ്പൊ ഈ ഡസിന്റ് എന്നുള്ള വേർഡൊക്കെ കൃത്യമായിട്ട് നോക്കണം. സമ്മറീസിന്റെ സ്പെല്ലിംഗിൽ ചെറിയ എറർ ഉണ്ട്. SUMMARIES ആണ്. മിനി സമ്മറീസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്ലാസ് ഇസ് കോൾഡ്. ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഒരു മിനി സമ്മറി, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. അതിനെന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് വെർബൽ സൈൻ പോസ്റ്റിംഗ്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹവ് ജസ്റ്റ് ആഡഡ് ഇറ്റ്. വെർബൽ സൈൻ പോസ്റ്റിംഗ്. ഓക്കെ. The basic requirement for organizing teaching at reflective level deals with. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പറഞ്ഞു, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഈ റിഫ്ലക്റ്റീവ് ലെവലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് ആണ് റിഫ്ലക്റ്റീവ് ലെവലിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ പ്രോബ്ലം സോൾവിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടോ എന്ന് നോക്കുക. ബി ആൻസറിലേക്ക് എത്തി. നമുക്ക് വേറെ വായിക്കണം എന്ന് പോലും ഇല്ല. അപ്പൊ അതാണ് കീവേഡ് മനസ്സിലാക്കി വെച്ചാലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് ആൻഡ് സീക്വൻഷ്യൽ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ബൈ ദ ടീച്ചർ. സീക്വൻഷ്യൽ ആയിട്ട് നമ്മൾ ഫാക്ടുകളെ ഇൻഫർമേഷനൊക്കെ പ്രസന്റ് ചെയ്യുന്നത് എവിടെയാണ്? അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, മെമ്മറിയിലാണ്. നമ്മൾ ഒരു കാര്യം മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കൃത്യമായിട്ട് ഓർഡറിലൊക്കെ ഓർത്തിരിക്കുക. ഹെൽപ്പിംഗ് എക്സ്പ്ലോർ, അതാണ് അതിന്റെ ആൻസർ. ഇനി ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് ദ ഫാക്ട്സ് ബൈ ദ സ്റ്റുഡൻസ്, അത് അഗെയിൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് വരുന്നത്. ഗിവിംഗ് കോൺക്രീറ്റ് ഫാക്ട്സ് ആൻഡ് ആക്ഷൻ സീക്വൻസ് ബൈ ദ ടീച്ചർ, അതും അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത് ഈസ് ബി. സോറി. ഓക്കെ. In which of the following types of learning materials the presentation are highly structured and individualized? ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ലേണിംഗ് മെറ്റീരിയലിലാണ് പ്രസന്റേഷൻ ഹൈലി സ്ട്രക്ചേർഡും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ലേണിംഗ് മെറ്റീരിയലിലാണ് നമ്മുടെ പ്രസന്റേഷൻ ഹൈലി സ്ട്രക്ചേർഡും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ളതെന്നാണ്. ദാറ്റ് ഈസ് ഇൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് മോഡുലാർ ലേണിംഗ് മെറ്റീരിയൽ. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ വുഡ് ബി ഹൈലി സ്ട്രക്ചേർഡ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ്. ഓക്കെ. മോഡുലാർ ലേണിംഗ് ഇസ് എൻ അപ്രോച്ച്. മോഡുലാർ ലേണിംഗ് മെറ്റീരിയൽ വന്നതുകൊണ്ടാണ് ഞാൻ മോഡുലാർ ലേണിംഗ് എന്താന്ന് പറയുന്നത്. മോഡുലാർ ലേണിംഗ് ഈസ് ദി അപ്രോച്ച് വേർ ദ ഫോക്കസ് ഈസ് ഓൺ ലേണിംഗ് ഔട്ട്കം. അതായത് ലേണിംഗ് ഔട്ട്കമ്മിനാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് സക്സസ് റിലേസ് ഓൺ കണക്ടിങ് ഔട്ട്കം ഓഫ് സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് കോഴ്സ് ഡിസൈൻ. അതായത് അതിന് ലേണിംഗ് ഔട്ട്കമ്മിനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ. സോ ഹൈലി സ്ട്രക്ചേർഡും ഇൻഡിവിജ്വലൈസ്ഡും ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ വുഡ് ബി പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് മോഡുലാർ ലേണിംഗ് മെറ്റീരിയൽ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഐഡന്റിഫൈ ദ സീക്വൻസ് വിച്ച് correctly indicates the order for ensuring teaching learning activities. ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ ഒരു കറക്റ്റ് ക്രൊണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്തായിരിക്കും? എൻഗേജ് ചെയ്യിപ്പിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെ? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇവാലുവേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ്. അല്ല, ആദ്യം കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക, പിന്നെ അവരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കുക, പിന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, പിന്നെ അവരുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ അതിന് വരുത്തേണ്ട എക്സ്റ്റൻഷൻ ഒക്കെ കൊടുക്കുക. ഓക്കെ. അപ്പോ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇവാലുവേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ്. സോ ദി ആൻസർ വുഡ് ബി ഡി. ഓക്കെ. നൗ ദി കമ്പോസിഷണൽ സ്കിൽസ്. കമ്പോസിഷണൽ സ്കിൽ എന്ന് പറയുമ്പോൾ എസ്സേ എഴുതാനുള്ള കഴിവാണ്, അല്ലെ? ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ പ്രസന്റേഷൻ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ബി മോസ്റ്റ് ഇഫക്റ്റീവ്ലി ഇവാലുവേറ്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ്? ഏത് ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഒരാളുടെ കോമ്പോസിഷണൽ സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റീവില് പറ്റുമോ? ഇല്ല. എസ്സേ ടൈപ്പിൽ പറ്റും. ഷോർട്ട് ആൻസർ,
പ്രൊജക്റ്റീവ് ടൈപ്പ്. ഇതിനകത്ത് ഏറ്റവും കൃത്യമായിട്ട് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ എസ് എ ടൈപ്പിലാണ്. ഷോർട്ട് ആൻസറിൽ നമ്മൾ വളരെ കുറച്ച് എഴുതുള്ളൂ. അപ്പം ഷോർട്ട് ആൻസറിനേക്കാളും കൂടുതൽ എസ് എ ടൈപ്പിലാണ്. The main purpose of using ICT for classroom teaching is to, ഇത് ഒരുപാട് തവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ICTയുടെ മെയിൻ പേർപ്പസ്, ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ICTയുടെ മെയിൻ പേർപ്പസ് എന്താണെന്നാണ്. നമ്മൾ ഇത് വിചാരിക്കും മേക്ക് ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിംഗ്, അതൊക്കെ നമ്മൾ ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡൈവേർട്ട് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ്, കീപ് സ്റ്റുഡൻസ് എൻഗേജ്ഡ് ഇൻ ദ ക്ലാസ്. പക്ഷെ അതൊന്നുമല്ല, ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ്. അതായത് മാക്സിമം ആക്കും. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ലേണിംഗ് ഔട്ട്കം ഓഫ് ടീച്ചിങ്, ഒരു ടീച്ചിങ് കൊണ്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ലേണിംഗ് ഔട്ട്കം മാക്സിമം ആക്കുക എന്നുള്ളതാണ് ICT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കാനൊന്നുമല്ല. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ നമ്മൾ മിസ്ലീഡ് ആയിട്ട് അതൊക്കെ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യം ഓർത്തിരിക്കുക. ലേണിംഗ് ഔട്ട്കം ഒപ്റ്റിമൈസ് ചെയ്യാനാണ് ICT നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay. In which level of teaching lower level learning outcomes get focused? നമുക്ക് അറിയാം ഏറ്റവും താഴെ വരുന്ന ലെവൽ ഏതാണ്? മെമ്മറി ലെവൽ അല്ലേ? മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഇങ്ങനെ 3 ലെവലാണ് ടീച്ചിങ്ങിനുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിനകത്ത് ഏറ്റവും ലോവർ ലെവൽ ഓഫ് ടീച്ചിങ്, ലോവർ ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കം എവിടെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയായിരിക്കും അത്? മെമ്മറി ലെവൽ. ഇനി മെമ്മറി ലെവലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത്രത്തോളം ക്രിട്ടിക്കലോ അനലിറ്റിക്കലോ ഒന്നും ആവില്ല. ടീച്ചർ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെത്തേഡൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് മെമ്മറി ലെവലില്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഐഡന്റിഫൈ ദോസ് ഫീച്ചേഴ്സ് ഓഫ് ലേണർ ബിഹേവിയർ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് ടു എക്സാമ്പിൾസ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് വായിക്കാം. ദ സ്റ്റുഡന്റ് റെൻഡേഴ്സ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേർഡ്സ്. ഒരു കുട്ടിക്ക് പഠിപ്പിച്ച കാര്യം കൃത്യമായിട്ട് മനസ്സിലായാലാണ് കുട്ടി റെൻഡർ ചെയ്ത ഫാക്ട് ആൻഡ് ഇൻഫർമേഷൻ അവരുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അവരുടെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാണിക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ തന്നെയാണ്. സോ എ ക്യാൻ ബി ആൻ ആൻസർ. ഇനി സ്റ്റുഡന്റ് ഇമീഡിയറ്റ്ലി റീകോൾസ് ദ ഫാക്ട് ടോട്ട്. റീകോളിംഗ് വരുന്നത്, ഓർത്തെടുക്കുന്നതൊക്കെ ഏത് ലെവലിലാണ് വരുന്നത്? മെമ്മറി ലെവൽ. അപ്പൊ ബി വരില്ല. അപ്പൊ ബി വരുന്ന ഓപ്ഷൻസ് ഒമിറ്റ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എയില് ബി ഉണ്ട്, ബിയില് ബി ഉണ്ട്, സിയിലും ബി ഉണ്ട്. സോ ദി ആൻസർ ഇസ് ഒബ്വിയസ്, ഇറ്റ് ഈസ് ഡി. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ എ വന്നു. ഇനി സി നോക്കിയേ. ദ സ്റ്റുഡന്റ് ഗിവ്സ് ഹിസ് ഓർ ഹെർ ഓൺ എക്സാമ്പിൾ. എക്സാമ്പിൾ എവിടെയാണ് വരുന്നത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ദ സ്റ്റുഡന്റ് ഇന്റർപ്രിറ്റ്സ് എ മീനിങ് ഇൻ വേരിയസ് വേസ്. മീനിങ് ഇന്റർപ്രിട്ടേഷൻ ഇൻ വേരിയസ് വേസ് അല്ലെ? പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുക. അപ്പൊ അത് മനസ്സിലായതുകൊണ്ടാണ് പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ആൻ ആൻസർ. അപ്പൊ എ, സി, ഡി. ഇനി ഈ നോക്കിയത് സ്റ്റുഡന്റ് കറക്റ്റ്ലി റീപ്രൊഡ്യൂസ് ദ സീക്വൻസ് ടോട്ട്. കറക്റ്റ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഓർത്തെടുക്കുക. അത് എവിടെയായിരിക്കും? മെമ്മറി ലെവൽ. സോ the answer would be A, C, D. That is option D. അപ്പൊ നമുക്ക് ഇവിടെ ബി എന്ന് പറയുന്നത് റീകോളിംഗ് ദ ഫാക്ട് ടോട്ട് എന്ന് പറയുന്നത് മെമ്മറി ലെവലിലാണ് വരുന്നത്. അപ്പൊ അതെല്ലാം ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഡി മാത്രമാണ് വന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി അതല്ലാണ്ട് നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാലും ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ. Now, in which of the following modes of assessment the potential for increasing intrinsic motivation is optimum? അതായത് ഏത് മോഡ് ഓഫ് അസസ്മെന്റിലാണ്? നമ്മൾ പല ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ പഠിച്ചു. അസസ്മെന്റ് എന്ന് പറയുന്ന ഇവാലുവേഷൻ എന്ന് പറയുന്നത് മോറോർലെസ് സെയിം ആണ്. ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷനിലാണ് പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസിങ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അതായത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഏതിനകത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഫോർമേറ്റീവ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റ്, സമ്മേറ്റീവ്, നോം റെഫറൻസ്ഡ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫോർമേറ്റീവിലാണ്. കാരണം ഫോർമേറ്റീവിൽ നമ്മള് ഇപ്പോ ഒരു ടോപ്പിക് തീർന്നു, ഇപ്പൊ ടീച്ചർ ഒരു ക്ലാസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുവാണ് ആൻഡ് യു സ്കോർഡ് പ്രിറ്റി ഗുഡ് മാർക്സ്. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ കൂടും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ കുറഞ്ഞു പോയി,
അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് നല്ല മാർക്ക് ഉണ്ട്. സോ യു വിൽ ഗെറ്റ് എ മോട്ടിവേഷൻ അല്ലേ, അടുത്ത തവണ ഇയാളെ ബീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത് എപ്പോഴും ഫോർമേറ്റീവ് അസസ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാരണം നമ്മളത് കാണുവാണ്, ഇനി നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നമ്മള് സെമസ്റ്റർ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി എക്സാം ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്ക് നമ്മളെക്കാൾ മാർക്ക് ഉണ്ടെങ്കിൽ വി ഹാവ് നത്തിങ് ടു ഡു, വി ആർ ഹെൽപ്ലെസ്, നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ. അപ്പോ എപ്പോഴും നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ വരുന്നത് ഇതുപോലെ ഫോർമേറ്റീവ് അസസ്മെന്റിലാണ്. കാരണം നമുക്ക് ഇനിയും ഒരു അവസരമുണ്ട്, വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽഫ് എന്നുള്ള ഒരു ഉള്ളിലൊരു തോട്ട് ഉണ്ട് അല്ലെ. ഓ ഐ എം സോറി, ഇറ്റ് വുഡ് ടേക്ക് സം ടൈം ടു റീഗെയിൻ. So the answer would be formative assessment. Okay, so okay, just a second. Okay. So now the next question is question number 34. The emphasis in memory level teaching is on which of the following? Memory level ഏതിനാണ് എംഫസിസ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓരോ ഓപ്ഷൻസ് നോക്കിയേ. ഓർഗനൈസേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. എന്തിനാണ് തോട്ട്സിനോ ഐഡിയാസിനോ ഓർഗനൈസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റീകോളിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ നമ്മൾ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഓർഡറിൽ വെക്കുന്നത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ന്യൂമോണിക്സ് ഒക്കെ പഠിക്കുന്നതിന്റെ ടെക്നീക്ക് അതാണ്. ഇപ്പൊ നമ്മൾ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അത് നമ്മൾ ഓർത്തിരിക്കാനാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാം സ്കാറ്റേർഡ് ആയിട്ടാണെങ്കിൽ നമ്മുടെ മെമ്മറി പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബ്രെയിന് അതിനകത്ത് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ന്യൂമോണിക്സിന്റെ ഒക്കെ ടെക്നീക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ഒരൊറ്റ കോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തോട്ട്സിനെ ഐഡിയാസിനൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത് എന്തിനാണ് സഹായിക്കുക? മെമ്മറിയാണ് സഹായിക്കുക. അപ്പൊ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന് എംഫസിസ് കൊടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് എ. ഓക്കെ, സോ എ ക്യാൻ ബി കൺസിഡേർഡ്. ഇനി ബി നോക്കിയേ, സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്സ്. മെമ്മറി ലെവലില് കുട്ടികള്, അതായത് LKG റിലേഷൻഷിപ്പ് ഒക്കെ പഠിപ്പിക്കും. അതായത് റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് നമ്മൾ രണ്ട് ഫാക്ടുകൾ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യാനൊന്നും ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കില്ല. അപ്പൊ മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കാര്യം ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ റിലേഷൻഷിപ്പോ അനാലിസിസോ ഒന്നും മെമ്മറി ലെവലിൽ വരില്ല. സോ ബി കനോട്ട് ബി കൺസിഡേർഡ്. ഇപ്പൊ ബി വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഒമിറ്റ് ചെയ്യാം. എ ഉണ്ട്, സി ഉണ്ട്, അപ്പൊ രണ്ടും അല്ല. ഇനി സി നോക്കി, സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ടു എനേബിൾ ക്വിക്ക് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ തന്നെയല്ലേ മെമ്മറിയിൽ വരുന്നത്. സോ എയും സിയും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എയും സിയും വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് കുഡ് ബി ദി ആൻസർ. ഇനി അതിന് മുന്നേ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഡി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ വരില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് എവിടെ വരുന്നതാണ്? റിഫ്ലക്റ്റീവ് ലെവലിലാണ്, മെമ്മറി ലെവലിലല്ല. മാസ്റ്ററി ഓഫ് കറക്റ്റ് സീക്വൻസിങ് ഓഫ് ഫാക്ട്. ഫാക്ടുകളെ കറക്റ്റ് സീക്വൻസ് ചെയ്യുക. സീക്വൻസ് ചെയ്യണ എന്തിനാണ്? ഓർത്തെടുക്കാൻ. അപ്പൊ അത് എവിടെ വരും? മെമ്മറി ലെവലിൽ വരും. സോ ACE. ഇനി എഫ് നോക്കുക, സെഗ്രിഗേറ്റിംഗ് വൺ ഫീച്ചർ ഫ്രം അനദർ. അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ്. നമ്മൾ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, സോ ACE. B would be the answer. Okay, now next question. In a developing country like India, which among the following statement is indicative of the challenges in the context of computer-based testing? ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, CBT അല്ലെ, നമ്മളിപ്പോ നെറ്റൊക്കെ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്. CBT ആക്കുന്നതിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസ് നോക്കാം. മെനി ടീച്ചേഴ്സ് ഡു നോട്ട് ഹാവ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, അതിപ്പോ നമുക്ക് ട്രെയിനിങ് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അതൊക്കെ ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണ്. സോ വി കനോട്ട് കൺസിഡർ, അതൊരു വാലിഡ് ആയിട്ടുള്ള എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ട്രെയിനിങ് കൊടുത്താൽ തീരാവുന്ന ഇഷ്യൂ ആണത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ വിൽ ഡിസ്ട്രോയ് ഗുരു ശിഷ്യ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് അഗെയിൻ ഭയങ്കര ഇഡിയോട്ടിക് ആയിട്ടുള്ള ഇൻസെൻസിബിൾ എന്താണ് ഇഡിയോട്ടിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി കനോട്ട് കൺസിഡർ ദാറ്റ്. ഇന്ത്യൻ ഗവൺമെന്റ് കാണ്ട് അഫോർഡ് ടു ബൈ എ ലാർജ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഭയങ്കര
ബാലിശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഇത്ര അധികം GDP ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത്ര കുറച്ച് കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എഗെയിൻ ഭയങ്കര എന്താണ് idiotic ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നൗ ലുക്ക് അറ്റ് ദി ലാസ്റ്റ് ഓപ്ഷൻ. ഇൻ റിമോട്ട് ലൊക്കേഷൻസ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് ഫീസിബിൾ. അതാണ് അവിടെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചൊക്കെ പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്ത് ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ച്. അതായത് ഇത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോഴും ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതൊന്നും ഫീസിബിൾ അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഈവൻ ഇലക്ട്രിസിറ്റി പോലും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് എത്താത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് CBT ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ അതിപ്പോഴും സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അതിപ്പോഴും സോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. സോ ദി ആൻസർ വുഡ് ബി ഡി. നമുക്ക് എയും ബിയും സിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിയാണെന്നൊക്കെ തോന്നും. കാരണം ടീച്ചേഴ്സിന് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാതിരിക്കുക, കമ്പ്യൂട്ടർ വരുമ്പോൾ ഗുരുശിഷ്യ റിലേഷൻഷിപ്പാണ് നമ്മൾ പിന്നെയും ഒന്ന് മാറ്റി വെക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് കമ്പ്യൂട്ടർ വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഹേസ്റ്റി കൺക്ലൂഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ബട്ട് നോട്ട് ദാറ്റ്. ഡി ആണ് ആൻസർ വരിക. അതായത് കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ടുള്ള ആൻസർ അതാണ്. മറ്റേതിനൊക്കെ ആൻസർ ഉണ്ട്, പക്ഷെ ഇത് ഒരു പരിധി വരെ ഇപ്പോഴും അങ്ങനെയുള്ള ടെറൈനുകൾ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ജോഗ്രഫി കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇലക്ട്രിസിറ്റിയും ഇതുപോലെ ഒന്നും എത്താത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഭയങ്കര കുന്നിന്റെ മുകളില് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ടെറൈൻ കാരണം പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും. അപ്പൊ അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ അക്കാഡമിക് സക്സസ് ഓഫ് സ്റ്റുഡൻറ്? സ്റ്റുഡന്റിന്റെ അക്കാഡമിക് സക്സസിന് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ലീഗൽ കോമ്പീറ്റൻസ്. ലീഗൽ കോമ്പീറ്റൻസിന്റെ ആവശ്യമില്ല. കോഗ്നിറ്റീവ് വേണം, കാരണം തിങ്കിങ്. ഇമോഷണൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫക്റ്റീവ് ഡൊമെയിൻ അല്ലെ. ഒരു കുട്ടിയുടെ അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. ഇമോഷണൽ കോമ്പീറ്റൻസ് ഒബ്വിയസ്ലി വേണം. സോഷ്യൽ കോമ്പീറ്റൻസ് വേണം, കാരണം കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിംഗ്ലിംഗ് ഉണ്ടെങ്കിലാണ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇസ് ലീഗൽ കോമ്പീറ്റൻസ്. സോ ദി ആൻസർ വുഡ് ബി സി. Okay. So the next question. During teaching, a teacher's statement that encourages students to elaborate on an answer, either their own or that of others, will be called. അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു ഇലാബറേറ്റ് ഓൺ ആൻ ആൻസർ. അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുട്ടികളോട് ഒരു ടോപ്പിക് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞു. either in their own or others or that of others will be called. ഇതിന് എന്തെന്നാണ് പറയാം? ഞാൻ നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബിങ്. അതായത് കുട്ടികളെ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതിനെയാണ് പ്രോബിങ് എന്ന് പറയാ. നമ്മളിപ്പോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഉത്തരം ഇല്ലാത്ത ക്വസ്റ്റ്യൻസ്, അതായത് അവരോട് ഉത്തരം ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതുപോലത്തെ പ്രോബിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരൊന്ന് തിങ്ക് ചെയ്യും, സ്റ്റുഡൻസ് ഒന്ന് തിങ്ക് ചെയ്യും ഇതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട്. സോ പ്രോബിംഗ് ആണ് അത് വരുന്നത്. ദ ഫ്രേസ് TL മോഡൽ ഓഫ് ടീച്ചിങ് ഇംപ്ലൈസ് ദാറ്റ്. അത് അഗെയിൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. TL മോഡൽ എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇന്റഗ്രലി റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ TL മോഡൽ എന്ന് പറയുക. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. ഓക്കെ, അത് സംയുക്തമായിട്ട് ചേർന്നിട്ടുള്ളതാണ് ടീച്ചിങ്ങും ലേണിങ്ങും. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ് ആക്ട്സ്. അതാണ് TL മോഡൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ യൂസ് ഡ്യൂറിംഗ് ടീച്ചിങ്, ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ ഐഡന്റിഫൈ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ പ്രോസസ് ടൈപ്പ് റാദർ ദാൻ കോണ്ടന്റ് ടൈപ്പ്. പ്രോസസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രോസസ് ടൈപ്പും കോണ്ടന്റ് ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രോസസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികൾ ഇത് ആ ഒരു ക്വസ്റ്റ്യനെ പ്രോസസ് ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ. ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഉത്തരം അവിടെ പറയാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ പ്രോസസ്സ് ചെയ്യണം അല്ലെ, അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. അപ്പൊ അതൊരു പ്രോസസ് ടൈപ്പ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോസസ് ടൈപ്പ് ആണ്, കാരണം നമ്മളത് പ്രോസസ്സ് ചെയ്യണം ഉത്തരത്തിലേക്ക് എത്താൻ. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ഫാക്ടിന് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവിടെ ഫാക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണത്. അത് നമ്മൾ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവിടെ ഫാക്ട് ഉണ്ട്. പിന്നെ നമ്മളത് ആ ചോദ്യം മനസ്സിലാക്കി അതിനെ പ്രോസസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ ഫാക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് വെള്ളം തിളക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വി നോ ദാറ്റ് ഓൾറെഡി അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസിലാണെന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ നമ്മൾ അതിനെ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഫാക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണത്. അത് നമ്മൾ പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, ഇനി കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യണം. കാരണം കോൺസെപ്റ്റും ഫാക്റ്റും ഡിഫറെന്റ് ആണ്. ഫാക്ട് എന്ന് പറയുന്നത് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൂവ്ഡ് അല്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു പ്രോസസ്സിങ് ആവശ്യമുണ്ട് അല്ലെ. അതാണ് ഫാക്റ്റും കോൺസെപ്റ്റും തമ്മിലുള്ള ചെറിയ വ്യത്യാസം. ഫാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾറെഡി പ്രൂവ്ഡ്, അവിടെ നമ്മളൊന്നും പ്രോസസ് ചെയ്യേണ്ടതില്ല. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അതിനെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെ നമ്മൾ പ്രോസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. ഇനി ലോ ഓർഡറും ഹൈ ഓർഡർ ക്വസ്റ്റ്യനും. എന്താണ് ഈ ലോ ഓർഡർ ക്വസ്റ്റ്യൻ? നമ്മൾ വലിയ ചിന്തയൊന്നും ആവശ്യമില്ലാത്തതിനെയാണ് ലോ ഓർഡർ ക്വസ്റ്റ്യൻ എന്ന് പറയാം. എന്നാൽ അതേസമയം ഹൈ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത ആവശ്യമുള്ളതിനാണ്. ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഹൈ ഓർഡർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ലോ ഓർഡർ തിങ്കിങ് ആവശ്യമില്ല എന്ന് മനസ്സിലായി. അപ്പോ തിങ്കിങ് ആവശ്യമുള്ളതാണല്ലോ പ്രോസസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഹൈ ഓർഡർ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് വരിക? ഡൈവേർജന്റ് ക്വസ്റ്റ്യൻ, ഫാക്ട് അല്ല, കോൺസെപ്റ്റ് ബേസ്. അപ്പൊ എ, സി, പിന്നെ ഹൈ ഓർഡർ. അപ്പൊ എ, സി, ഇ വരുന്ന ഓപ്ഷൻ, എ, സി, ഇ വരുന്ന ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. Okay. Now next question. Which of the following needs strength in Maslow's hierarchy are related to high order learning? അതായത് ഹൈ ഓർഡർ ലേണിംഗിന് മാസ്ലോയുടെ ഏതൊക്കെ സ്ട്രെങ്ത്തുകളാണ് വേണ്ടതെന്നാണ്. ഫിസിയോളജിക്കൽ നീഡ് വേണോ? ഫിസിയോളജിക്കൽ നീഡ് ആവശ്യമില്ല, അത് ഏറ്റവും ബേസിക് ലെവലിലേക്കാണ്. സേഫ്റ്റി നീഡ്, അതും ബേസിക് ലെവലിലാണ്. സോഷ്യൽ നീഡ്, അതും ബേസിക് ലെവലാണ്. ഏറ്റവും ഹൈ ഓർഡറിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? എസ്റ്റീം നീഡും നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ദാറ്റ് ഇസ് ഡി ആൻഡ് ഇ. ദാറ്റ് ഇസ് ഡി. അതായത് ഹൈ ഓർഡർ ലേണിംഗ്. മറ്റേതൊക്കെ ഏറ്റവും താഴെ വരുന്നതാണ്. മാസ്ലോയുടെ ഹൈറാർക്കി ഓർക്കുന്നില്ലേ? നീഡ്, ഹൈറാർക്കി ഓഫ് നീഡ്സ്. അപ്പൊ അതിനകത്ത് ഏറ്റവും താഴെ വരുന്നതാണ് സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്, ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ നീഡ്. ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് നീഡുകളാണ് എസ്റ്റീം നീഡും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും. അപ്പൊ ഹൈ ഓർഡറിൽ വരുന്ന രണ്ട് നീഡുകൾ ഏതൊക്കെയായിരിക്കും? എസ്റ്റീം നീഡ് ആൻഡ് നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ദാറ്റ് വാസ് അഗെയിൻ എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Teaching different from training and conditioning in so far as it promotes. Teaching differs from training and conditioning in so far as it promotes. അതായത് ടീച്ചിങ് എങ്ങനെയാണ് ട്രെയിനിങ്ങിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ നിന്നും കണ്ടീഷനിങ്ങിൽ നിന്നും ടീച്ചിങ് എങ്ങനെയാണ് ഡിഫർ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് എന്താണ് അതിന്റെ ഡിഫറൻസ്? എന്താണ് ടീച്ചിങ് പ്രൊമോട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരിക്കലും ട്രെയിൻ ചെയ്യുമ്പോൾ, കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ക്രിട്ടിക്കൽ തിങ്കിങ് വരില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കുട്ടീനെ ഒരു കാര്യത്തിനും ട്രെയിൻ ചെയ്യാണ്. ഇപ്പം നമ്മൾ നടക്കാൻ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോ ഒന്നും വേണ്ട, നമ്മൾ പട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ പട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ ആവശ്യമുണ്ടോ? പട്ടിയെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ ബോൾ എടുത്തിട്ട് വരാൻ നമ്മൾ പട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു 5-10 തവണ നമ്മൾ ഇങ്ങനെ ബോൾ എടുക്കുന്ന നമ്മൾ ആക്ഷൻ കാണിക്കും. എന്നിട്ട് പട്ടീനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ പട്ടി അത് ചെയ്യുവാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും പട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ടോ? പട്ടി ആക്ച്വലി എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അപ്പൊ ട്രെയിനിങ്ങിൽ ശരിക്കും നടക്കുന്നത് ഒരു മിയർ ഇമിറ്റേഷൻ ആണ്. ഇവിടെയോ കണ്ടീഷനിങ്ങിലോ നമ്മൾ ഒരാളെ നമുക്ക് വേണ്ട രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുക്കുവാണ് അല്ലെ. നമ്മൾ അവിടെ നമ്മൾ ആ ഡോഗിന് ഫീഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ബെല്ലടിക്കുന്ന സമയത്ത് അത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്തോണ്ടല്ല. അതായത് ഭക്ഷണം വരും, അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ സലൈവ വന്നേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല അത്. അപ്പൊ അത് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ല അവിടെ. അപ്പൊ കണ്ടീഷനിങ്ങിലും ട്രെയിനിങ്ങിലും ഒരിക്കലും എന്ത് വരില്ല? ക്രിട്ടിക്കൽ തിങ്കിങ് വരില്ല. ഓക്കെ, സോ ടീച്ചിങ്ങും
ട്രെയിനിങ്ങും കണ്ടീഷനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ട്രെയിനിങ്ങിൽ മിയർ ഒരു ഇമിറ്റേഷൻ മാത്രമാണ് നടക്കുന്നത് അല്ലെ. അത് ഡിസിപ്ലിൻ ഡ്രില്ലാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത്. സ്റ്റഡി അസോസിയേഷൻ മാസ്റ്ററി ഓഫ് ഫാക്ട് ഒക്കെയാണ് കണ്ടീഷനിങ്ങിലും ട്രെയിനിങ്ങിലും വരുന്നത്. പക്ഷെ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, അത് ടീച്ചിങ്ങിലാണ്. ഓക്കെ, അതാണ് ട്രെയിനിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ മോഡൽ ഓഫ് ടീച്ചിങ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഡൽ. നമ്മൾ ഒരുപാട് ടീച്ചിങ് മോഡലുകൾ പറഞ്ഞു. എന്താണ് ടീച്ചിങ് മോഡൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഡെഫിനിഷൻ ആണ് ലേണിംഗ് എൻവയൺമെന്റ് ഇൻക്ലൂഡിംഗ് ടീച്ചിങ് ബിഹേവിയർ. അപ്പൊ ഒരു ടീച്ചിങ് മോഡൽ എന്ന് പറയുമ്പോൾ ലേണിംഗ് എൻവയൺമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇൻക്ലൂഡിംഗ് ടീച്ചിങ് ബിഹേവിയർ. ടീച്ചിങ് ബിഹേവിയറും ലേണിംഗ് എൻവയൺമെന്റും ചേർന്നതിനെയാണ് നമ്മൾ മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയാം. ഓക്കെ, സോ എ മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് ലേണിംഗ് എൻവയൺമെന്റ് ഇൻക്ലൂഡിംഗ് ടീച്ചിങ് ബിഹേവിയർ. So that was again a direct question from theory portion. Next question. Which of the following emotional characteristics are of crucial significance in adolescent learning? Adolescent learning ൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എഗെയിൻ ഒരു ഇയറിൽ പല കാറ്റഗറിയിലുള്ള പേപ്പറിന്, അതായത് പല സബ്ജക്റ്റിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എഗെയിൻ അതൊരു സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്തൊരു ഏരിയ ആണ്. നമ്മുടെ ഒരു കോഗ്നിറ്റീവ് സ്കില്ല് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർക്കേണ്ടത്. ഒന്ന് അഡോളസെന്റ് ലേണിംഗ് ആണ്, പിന്നെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാൻ. അപ്പൊ ഇവിടെ അഡോളസെന്റ് ലേണിംഗിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഏതാണ്? ഹീറോ വർഷിപ്പ് ആൻഡ് സെന്റിമെന്റ്സ് ആണ്. അപ്പൊ ഇമോഷണൽ എന്ന് പറയുമ്പോൾ സെന്റിമെന്റ്സ്, അഡോളസെന്റ് ആയതുകൊണ്ട് ഹീറോ വർഷിപ്പ്. അപ്പോൾ ഹീറോ വർഷിപ്പ് ആൻഡ് സെന്റിമെന്റ്സ് വുഡ് ബി ദി ആൻസർ. അപ്പൊ ആ ഒരു കീ വേർഡിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റിയത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ പല രീതിയിലായിരിക്കും ദേ വുഡ് ബി പുട്ടിങ് ഇറ്റ് ഇൻ ടു എ ക്വസ്റ്റ്യൻ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് പഠിച്ചിട്ടില്ലാത്തൊരു ഏരിയ ആണല്ലോ, എന്ത് ചെയ്യും എന്ന് നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. അങ്ങനെ പാനിക് ആവരുത്. നമ്മൾ കിട്ടിയിട്ടുള്ള ഈ ക്വസ്റ്റ്യനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കീവേഡ് ഐഡന്റിഫൈ ചെയ്യണം. കീവേഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു റീച്ച് ഇൻ ടു ദി ആൻസർ. ക്വസ്റ്റ്യനിലെ കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക, ആൻസേഴ്സിലെ കീവേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക, ഏതാണോ മാച്ചിങ് ആയിട്ടുള്ളത് അത് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചില സമയത്ത് ഈ പറയുന്ന ലോജിക്കുകൾ ഒന്നും വർക്ക് ആവണമെന്നില്ല. അപ്പം അത് ഇറ്റ്സ് അപ് ടു എന്താണ് നമ്മുടെ ഫെയ്റ്റ് പോലെയാണ്. അപ്പൊ അത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട. നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ ഇത് പഠിച്ചിട്ടില്ല എന്ന് ചിന്തിക്കരുത്. കീവേഡ് ഐഡന്റിഫൈ ചെയ്യുക, ആൻസറിലെ കീവേഡും കൂടെ നോക്കുക. സോ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഭയങ്കര റോങ് ആയിട്ടുള്ള 1-2 ഓപ്ഷൻസ് എങ്കിലും ഒമിറ്റ് ചെയ്ത് ഒരു 50-50 ലേക്കെങ്കിലും നിങ്ങളുടെ ഉത്തരത്തിന് എത്തിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് reflective level teaching is different from memory level teaching because the pattern of communication that is involved in reflective level teaching is basically, അതായത് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങും മെമ്മറി ലെവൽ ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ഉണ്ടാക്കിയത് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് അത് ഡിഫറെന്റ് ആയത്. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലീനിയർ, ബോട്ടം അപ്പ്, ഇന്ററാക്ഷണൽ, ട്രാൻസാക്ഷണൽ. ഇവിടെ ഞാൻ എഗെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ട്രാൻസാക്ഷണൽ ആയിരിക്കും. എഗെയിൻ ഇനി ഇന്ററാക്ഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ തമ്മിൽ എന്താണ് വ്യത്യാസം? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ, ഓർക്കുന്നുണ്ടോ അത്? ഇന്ററാക്ഷൻ ക്യാൻ ബി മിയർ കമ്മ്യൂണിക്കേഷൻ. 2 വ്യക്തികൾ തമ്മിൽ വെറുതെ സംസാരിക്കുന്നതിന് വി ക്യാൻ സേ ഇന്ററാക്ഷൻ. പക്ഷെ രണ്ടുപേരും പരസ്പരം അവരുടെ ഐഡിയാസ് കൈമാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസാക്ഷണൽ എന്ന് പറയുക. അപ്പൊ റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിൽ കുട്ടിയും ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്കില്ലും ഇംപ്രൂവ് ആയി. ഇവിടെ ടീച്ചർ ഉണ്ട്,
കുട്ടി ടീച്ചറിനോടൊപ്പം തന്നെ എത്തി എന്ന് വേണം നമ്മൾ റിഫ്ലക്റ്റീവ് ലെവലിൽ പറയാൻ. കാരണം കുട്ടിയുടെ കോഗ്നിറ്റീവ് സ്കില്ലൊക്കെ ഏറ്റവും ഒരു ഒപ്റ്റിമൽ സ്റ്റേജിൽ എത്തിയ സ്റ്റേജാണ് നമ്മൾ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയാം. അപ്പോൾ കുട്ടിയും ഏകദേശം ഈക്വലി ടീച്ചറിനോടൊപ്പം തന്നെ എത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു PG ലെവലിലൊക്കെ ഉള്ള ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഐഡിയാസും എടുക്കാൻ പറ്റും. കാരണം ദെയർ കോഗ്നിറ്റീവ് സ്കിൽ ഇസ് ഓൾസോ എന്താണ് ഈക്വൽ ടു ദി ടീച്ചേഴ്സ് അല്ലെ, അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിൽ കുട്ടികൾക്കും ചിന്തിക്കാനുള്ള ഒരു ശേഷി വന്നിട്ടുള്ള ഒരു സമയമാണ്. സോ ആ ഒരു ലെവലിലുള്ള ടീച്ചിങ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ട്രാൻസാക്ഷണൽ ആയിരിക്കും. അതേസമയം LKG-യിലുള്ള ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് ഏത് ലെവലായിരിക്കും? മെമ്മറി ലെവലായിരിക്കും. ആ മെമ്മറി ലെവൽ ഒരിക്കലും ട്രാൻസാക്ഷണൽ ആവില്ല. കാരണം ഒരു LKG-യിലുള്ള ഒരു കുട്ടിയുടെ ഒരു ഐഡിയ ഒരിക്കലും ടീച്ചർ എടുക്കില്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവിടെ ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല. അവിടെ ടീച്ചർ എടുക്കില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടി അത്രയും ഇൻമെച്ചുവർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ മെമ്മറി ലെവലിൽ ഒരിക്കലും ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടക്കില്ല. ട്രാൻസാക്ഷൻ നടക്കുന്നത് കോഗ്നിറ്റീവ് ലെവൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്. അങ്ങനെ കോഗ്നിറ്റീവ് ലെവൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്. അതുകൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വുഡ് ബി ട്രാൻസാക്ഷണൽ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മിറ്റി recommended the choice based credit system in higher education? അപ്പൊ നമ്മൾ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റി ആണെന്നാണ്. ഓക്കെ, ഇനി അഗെയിൻ ഇത് ഹയർ എഡ്യൂക്കേഷനിലും വരാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ലേൺഡ് ഇറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. കാരണം ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഒരുപാട് കമ്മിറ്റികൾ പഠിക്കും അല്ലെ, രാധാകൃഷ്ണ കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ നമ്മൾ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ ഓക്കെ, സോ ഏത് കമ്മിറ്റിയാണ് അത് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം CBCSS റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഇസ് Administrative and Academic Reform Committee of the UGC. Administrative and Academic Reform Committee of the UGC. Okay, ആ കമ്മിറ്റിയാണത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. Now, the next question. If your students are identified as unable but willing, നമ്മുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഈ അനേബിൾ ബട്ട് വില്ലിംഗ് എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, മനസ്സിൽ ഓർത്തിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എടുക്കുവാണെങ്കിൽ കുട്ടികൾ അനേബിൾ ആണ്, പക്ഷെ അവർ വില്ലിംഗ് ആണ് ഒരു കാര്യം ചെയ്യാം, പക്ഷെ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ അണേബിൾ ടു ഡു സംതിങ് ബട്ട് ദേ ആർ വില്ലിംഗ്, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ഇറ്റ്, ബട്ട് സംഹൗ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. Okay, in terms of their performance readiness level, which of the following methods of teaching will be considered appropriate to deal with them? ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് നമുക്ക്, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കുട്ടികൾ വില്ലിംഗ് ആണ്, പക്ഷെ ദേ ആർ അണേബിൾ, അതായത് അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വാട്ട് വുഡ് യു റെക്കമെൻഡ്? ഏത് ടീച്ചിങ് മെത്തേഡ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാന്ന്? ഗിവിംഗ് ചലഞ്ചിങ് ടാസ്ക് ഡ്യൂറിംഗ് ടീച്ചിങ്, അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ഇനി വീണ്ടും ചലഞ്ചിങ് ടാസ്ക് കൊടുത്താലോ? സോ ദാറ്റ് വുഡിൻ ബി ദി ഓപ്ഷൻ. പ്രൊവൈഡിംഗ് സ്കോപ്പ് ഫോർ ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെക്കഗ്നിഷൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി റെക്കഗ്നിഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു സ്കോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വുഡ് ഇറ്റ് മേക്ക് എനി സെൻസ്? നോ, കാരണം അവർക്കത് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തുകൊണ്ട് അവിടെ കാര്യം നടക്കണമെന്ന് നിർബന്ധമില്ല. മെന്ററിങ് ആൻഡ് ഗൈഡിങ് വിത്ത് ക്ലോസ് സൂപ്പർവിഷൻ, അതായത് നമ്മൾ അവരെ മെന്റർ ചെയ്യുക, ഗൈഡ് ചെയ്യുക ക്ലോസ് ആയിട്ടുള്ള സൂപ്പർവിഷൻ കൊണ്ട്. ക്യാൻ ബി, അത് ഒരു നല്ല ഓപ്ഷൻ ആണ്. സോ വിൽ ഹോൾഡ് ഇറ്റ്. ഇനി ഡി നോക്കിയേ, സ്മോൾ സ്റ്റെപ്പ് പ്രസന്റേഷൻ വിത്ത് എറർ ഫ്രീ ടാസ്ക് ആൻഡ് ഫ്രീക്വന്റ് റീഇൻഫോഴ്സ്മെന്റ്, അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് എറർ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കുക. അപ്പൊ എറർ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ എന്ന് പറയുമ്പോൾ അവർക്കത് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ സ്മോൾ സ്റ്റെപ്പ് പ്രസന്റേഷൻ, അപ്പൊ അവർക്ക് എബിലിറ്റി, ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ, അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്മോൾ സ്റ്റെപ്പ് പ്രസന്റേഷൻസ് കൊടുക്കുക. അതും എറർ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ, എറർ വരാൻ സാധ്യതയില്ലാത്തത്. അപ്പൊ അവർക്ക് ചെറിയൊരു കാര്യം അവർ ചെയ്തിട്ട് അവർ സക്സസ്ഫുൾ ആകുമ്പോൾ ദേ വിൽ ബി മോട്ടിവേറ്റഡ്. പിന്നെ അവർക്ക് റീഇൻഫോഴ്സ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. സോ ദാറ്റ് വുഡ് ബി ദി ബെറ്റർ ഓപ്ഷൻ. സോ ഡി വുഡ് ബി ദി ആൻസർ. Okay. So the next question is,
the research form which will be an appropriate fit for improving efficacy of formative assessment would be. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താന്നുള്ളത് ഓർക്കണം. അതായത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിനിടയിൽ നടത്തുന്ന ഇവാലുവേഷനെയാണ് അല്ലെങ്കിൽ അസസ്മെന്റിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് എന്ന് പറയാം. നമ്മൾ ഒരു എഫിക്കസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് എന്തായിരുന്നു? ഒരു കാര്യത്തിന്റെ പോസിറ്റീവായിട്ട് നടക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഇഫക്റ്റീവ് ആക്കാനൊക്കെ എന്തായിരുന്നു കീവേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആക്ഷൻ റിസർച്ച് ആണ്. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആക്ഷൻ റിസർച്ച് അല്ലേ? ഒരു കാര്യത്തിന് നമ്മൾ കുറച്ചും കൂടെ ഇംപ്രൂവ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് ഈസ് ആക്ഷൻ റിസർച്ച്. അപ്പോ ദി ആൻസർ വുഡ് ബി ആക്ഷൻ റിസർച്ച്. ഓക്കെ, a student finds it difficult to understand, analyze, and interpret the concept and principles relating to a subject of study formally prescribed. ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റുന്നില്ല. Which learner characteristic would be most relevant in such situation to be probed? നമ്മൾ ഏത് ലേണർ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ അവിടെ പ്രോബ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡിങ്, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, ഇവിടെയാണ് ഡിഫിക്കൽട്ടി ഉള്ളത്. അപ്പൊ അത് ഏത് ലെവലിലായിരിക്കും വരിക? അല്ലെങ്കിൽ അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അനലൈസിങ്ങും ഇന്റർപ്രിറ്റിങ്ങും ഇന്റലക്റ്റും ഒക്കെ ഏത് ഇതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? കോഗ്നിറ്റീവ് അല്ലേ? കോഗ്നിറ്റീവ്, യെസ്, ഡി, കോഗ്നിറ്റീവിലാണ് വരിക. അപ്പോൾ സോ ദി ആൻസർ വുഡ് ബി കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഹോൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള 1-2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, ആസ് ഐ ഹാവ് സെഡ് ഏർലിയർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബിക്കോസ് ചിലതൊക്കെ റിപ്പീറ്റഡ് ആണ്, പിന്നെ ചിലതൊക്കെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദി മെറ്റീരിയൽ ദാറ്റ് ഐ ഹാവ് പ്രൊവൈഡഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ അത് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ സമയം കളയണ്ട എന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ തിയറി കൂടെ നോക്കണം. കാരണം തിയറിയിൽ പറഞ്ഞിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം തിയറിയിൽ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട്. 1-2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ തിയറി പ്ലസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ. സോ ദെൻ വി വുഡ് കോൾ ഇറ്റ് ഫോർ ദ ഡേ. ഓക്കെ, സോ താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. Okay, thank you. Good night. And all the best for the exams. Do well.